ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്ന ഒരു രഹസ്യ യുദ്ധത്തിന്റെ മൂടൽ മഞ്ഞുകൾ ഒന്നൊന്നായി നീങ്ങുകയാണ്. അജയ്യനെന്നും കരുത്തനെന്നും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വാഴ്ത്തിപ്പാടിയ ആ മുഖം ഇന്ന് ലോകത്തിന് മുന്നിൽ അദൃശ്യമായിരിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ട മുജ്തബ ഖമേനിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് റഷ്യയുടെ മഞ്ഞു വീണ തെരുവുകളിലാണ്. വെറുമൊരു അസുഖമല്ല, മറിച്ച് ശത്രുവിന്റെ മിസൈൽ മുനകൾ തകർത്തെറിഞ്ഞ ശാരീരിക അവസ്ഥയുമായി മുജ്തബ റഷ്യയിലേക്ക് രഹസ്യമായി പറന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയൊരു പ്രകമ്പനത്തിന്റെ കൂടി സൂചനയാണ് നൽകുന്നത്. എവിടെയും കണ്ണെത്തുന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൽ നിന്നും സ്വന്തം നേതാവിനെ രക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന നെട്ടോട്ടമാണിപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്. ഫെബ്രുവരി 28 നടന്ന ആ ഭീകരമായ ബോംബാക്രമണത്തിൽ മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നത് ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സൈപ്രസിലെ ഇറാൻ അംബാസിഡർ അലിറേസ സലാരിയൻ തന്നെ ഇത് ഗാർഡിയനോട് ഈ ഞെട്ടിക്കുന്ന വിവരം പങ്കുവച്ചിട്ടുണ്ട്. മുജ്തബയുടെ കൈകൾക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം ആശുപത്രിയിലാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഇതിലും ഭീകരമായത് നേതാവിനൊരു കാൽ നഷ്ടപ്പെട്ടു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ ഇറാൻ ഇത് ലോകത്തിനു മുന്നിൽ സമ്മതിക്കാൻ തയ്യാറല്ല. അവിടെ നടക്കുന്നത് വലിയൊരു ഡിജിറ്റൽ നാടകമാണ് എന്നും ആണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുജ്തബ സുപ്രീം ലീഡറായി ചുമതലയേറ്റ ശേഷം പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക പ്രസ്താവന കേവലം ഒരു കടലാസ് കഷ്ണം മാത്രമായിരുന്നു. ഓഡിയോയോ വീഡിയോയോ ഇല്ലാതെ ഒരു വാർത്താ അവതാരകൻ അത് വായിച്ച് തീർക്കുകയായിരുന്നു. ഇതിലും കൗതുകകരമായത് സ്റ്റേറ്റ് മീഡിയ ആഘോഷിച്ച അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം BBC വെരിഫൈഡ് അന്വേഷണത്തിൽ തകരുന്നു എന്നതായിരുന്നു. പഴയൊരു ഫോട്ടോ AI ഉപയോഗിച്ച് മിനുക്കിയെടുത്ത് പുതിയതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അധികൃതർ. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോലും ആകാത്ത വിധം വികൃതമായി പോയ ഒരു മുഖത്തെ ഭരണകൂടം മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയായിരിക്കാം. ഈ സാഹചര്യത്തിലാണ് പ്രമുഖ കുവൈറ്റ് പത്രമായ അൽ ജരീദ ആ സ്ഫോടനാത്മകമായ വിവരം പുറത്തുവിട്ടത്. മുജ്തബയെ ഒരു അതീവ സുരക്ഷിതമായ റഷ്യൻ സൈനിക വിമാനത്തിൽ മോസ്കോയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതൊരു വെറും ചികിത്സാ യാത്രയല്ല, മറിച്ച് പുടിൻ നൽകിയ അഭയം കൂടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പുടിൻ നേരിട്ട് സംസാരിച്ചാണ് ഈ ചികിത്സ ഉറപ്പാക്കിയത്. റഷ്യയുടെ ആണവ സുരക്ഷാ കവചത്തിന് കീഴിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ഇന്ന് മുജ്തബയുള്ളത്. ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇനി അദ്ദേഹത്തെ ലക്ഷ്യം വെക്കുന്നത് അസാധ്യമാക്കി മാറ്റുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ രഹസ്യം പരസ്യമായി ചോദിച്ചു കഴിഞ്ഞു. മുജ്തബയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണെന്നുമാണ് ട്രംപിന്റെ പരിഹാസം. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റും നേതാവ് പരിക്കേറ്റും വികൃതനായും കഴിയുകയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ ഒരു തലത്തിലേക്കാണ് എത്തിക്കുക. ഒരു കേന്ദ്രീകൃത നേതാവില്ലാത്തതിനാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കുകയായിരിക്കാം. ഇത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ആഗോള ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. എന്നാൽ ചരിത്രം പറയുന്നത് പേർഷ്യൻ പോരാളികൾ അത്ര എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്നവരല്ല എന്നാണ്. കൈ നഷ്ടപ്പെട്ടിട്ടും വർഷങ്ങളോളം ഇറാനെ നയിച്ച അലി ഖമേനിയെ പോലെ മുജ്തബയും തന്റെ ഈ വൈകല്യത്തെ ഒരു പോരാട്ട വീര്യമാക്കി മാറ്റിയേക്കാം. തന്റെ പ്രിയപ്പെട്ടവരുടെ നഷ്ടവും സ്വന്തം ശരീരത്തിനേറ്റ മുറിവുകളും മുജ്തബയെ ഒരു പക്ഷേ കൂടുതൽ കരുത്തനാക്കിയേക്കാം. നിശബ്ദതയ്ക്കു ശേഷം ഇറാൻ നടത്തുന്ന ആ തിരിച്ചടി ഒരു പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒന്നായിരിക്കുമെന്നതിലും സംശയമില്ല.